അപ്പോസ്തലപ്രവൃത്തി 27-28 റോമിലേക്കുള്ള യാത്ര. ആ യാത്രയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പൗലോസിന്റെ സമാപന യാത്ര. ഇങ്ങനെ പറഞ്ഞു വേഗം നിർത്താം. റോമിലേക്കുള്ള യാത്ര ആരംഭത്തിൽ പൗലോസ് പറഞ്ഞു, ഈ കപ്പിത്താനോട് പറഞ്ഞു, കപ്പലിൽ തന്നെ ഒരു ഉടമസ്ഥനുണ്ട്, കപ്പിത്താനുണ്ട്, അടുക്കടുക്കായിട്ട് ഉന്നതന്മാരായ ലീഡർഷിപ്പുണ്ട്. അവരോടെല്ലാം ബന്ധിക്കപ്പെട്ടവരാണെങ്കിലും പൗലോസ് പറഞ്ഞു, നമ്മൾ ഇടിപെട്ട് വച്ച മതി, ഈ രീതിയിൽ യാത്ര മുമ്പോട്ട് നീക്കണം. കൈക്കൊണ്ടില്ല. ചിലർ കേട്ട് എന്താ പറയുക, അംഗീകരിച്ചില്ലെങ്കിൽ കൊണ്ടുവരണം. ചിലർക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അതിനെ അംഗീകരിക്കും. അത് പൗലോസ് പറഞ്ഞപ്പോൾ അതങ്ങ് ഏറ്റെടുത്താൽ മതി, ഈ യാത്രയിൽ പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ തുടക്കത്തിലെ പിഴച്ചു. എന്താണ് മകൻ പറയുന്നു, അവർ പൗലോസിന്റെ വാക്കിനെ ചെവി കൊടുക്കില്ല. ചെവി കൊടുക്കാത്തവരെല്ലാം നാളെയുള്ള വേളയിൽ ഭംഗിയായിട്ട് അനുഭവിക്കാതിരിക്കുന്നില്ല. സ്വതന്ത്രം. അങ്ങനെ ആ യാത്ര പ്രശ്ന കലുഷിതമായി. എനിക്ക് ആ യാത്ര സമാപനമാകത്തോടെ വരണം. അങ്ങനെ സ്തോത്രം. ഈ യാത്രയിൽ അവസാനം അപ്പോസ്തലപ്രവൃത്തി 27 പുസ്തകം തുറക്കാം. നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു 2-3 വാക്യങ്ങൾ അവിടെയുണ്ട്. അത് പറഞ്ഞ് ഒരു കഥാപാത്രത്തെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകളുടെ പുസ്തകത്തിൽ വയ്ക്കാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 27-ാമത്തെ അതിൻ്റെ അവസാനത്തെ ചില വാക്യങ്ങൾ. 41. ഇരു കടൽ കൂടിയൊരു സ്ഥലത്തിന്മേൽ ചെന്നു കയറുകയാൽ കപ്പൽ അടിഞ്ഞ് അമരം തിരയുടെ കേമത്താൽ പൂർണ്ണമായിട്ടത് തകർന്നു. തടവുകാരും നീന്തി ഓടിപ്പോകാതിരിക്കാൻ അണ്ടർലൈൻ. ശേഷമുള്ളവർ പലകമേലും കപ്പലിന്റെ ഗന്ധങ്ങളുടെ മേലുമായി എത്തുവാനും കൽപ്പിച്ചു. ഇങ്ങനെ എല്ലാവരും എങ്ങനെ എത്തി? വന്നത് വലിയ BMW പ്രാർത്ഥനയൊക്കെ സന്തോഷത്തോടെ വന്നത്, പുറപ്പെട്ടത് ഫോട്ടോ ഷൂട്ടും അറിയില്ലേ, ഈ കപ്പലകത്തുള്ള അതിൻ്റെ വരുന്ന ക്യാപ്റ്റനൊക്കെ ഡ്രസ് കോട്ടും അതിനകത്ത് സഞ്ചരിക്കുന്ന പാസഞ്ചേഴ്സിന് GMP കോട്ട എല്ലാത്തിനും ഉണ്ടല്ലോ, എല്ലാ വാഹന വ്യൂഹത്തിലും. അങ്ങനെ ഒരുപാട് പറ്റിയത് എല്ലാ പൊലിമയോടും എല്ലാ സെറ്റപ്പോടൊക്കെ തുടങ്ങിയതാ. ഇപ്പൊ സ്വന്തം എന്ന് പറഞ്ഞാൽ ഒരു തുമ്പ് കയറും കുറച്ച് പലകയും കപ്പലിനെ കുറിച്ചിട്ടുണ്ട്. അതുമെങ്കിൽ അതുമേ അടിച്ചു തോന്നി ഇവിടെ അവിടെ എത്തി അരക്കെത്തി. ഇങ്ങനെയല്ലായിരുന്നു പോകുന്നത്. പക്ഷെ ഇങ്ങനെ അവസാനം വന്നു. ഇനിയാണ് ആരംഭം വന്നപ്പോൾ. അപ്പൊ അന്ന് ഒന്നുമില്ലാത്തവനായിട്ട്, ബന്ധിതനായിട്ട്, അർത്ഥാൽ എന്താ ഒരു കുറ്റവാളിയായിട്ട് ഇതിനകത്ത് ആര് കയറിയതാണ്? പൗലോസ് കയറിയതാണ്. പക്ഷെ അഭിഷക്തന് അവിടെയും ദൈവം ഉപയോഗിച്ച് 14 രാത്രിയാകുന്ന കടലിലെ സൂര്യനെ ചന്ദ്രനെ കാണാതെ വളരെ ക്ലമന്റസായിട്ട് വരുമ്പോണ്ട് വിടുകയാണ്. അങ്ങനെ രക്ഷപ്പെട്ട ശേഷം 28 രക്ഷപ്പെട്ട ശേഷം അവർ ചന്ദ്ര കയറിയ ആ ദ്വീപ് മെലിത്തയെന്ന് കണ്ടു. അവിടുത്തെ അസാധാരണ സംഭവം നമുക്കറിയാം. അവിടെ എന്താ പറയാ, ഒരു അത്ഭുതങ്ങൾ നടന്നു.
അണലി കടിച്ചു. അവൾ വിചാരിച്ചു പൗലോസ് ചത്തുപോകുമെന്ന്. എന്നാൽ ദൈവം അവനെ വിളിച്ചു. ദൂത് അങ്ങനെ പറഞ്ഞു നിർത്തുകയാണ്. അങ്ങനെ ആ സ്ഥലത്തിന്റെ സമീപത്ത് പുബ്ലിയോസ് എന്ന ഒരു ദീപപ്രമാണി, ദീപപ്രമാണിക്ക് ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ ചേർത്ത് 3 മാസം ആദരവോടും അതിസൽക്കാരം ചെയ്തു. പുബ്ലിയോസിന്റെ അപ്പൻ പനിയും അടിസ്ഥാനം പിടിച്ച് കിടപ്പായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ 28-ാം അധ്യായത്തിന്റെ 3-ാമത്തെ പാരഗ്രാഫ് 11. 3 മാസം കഴിഞ്ഞ ശേഷം ആ ദ്വീപിൽ ശീതകാലം കഴിച്ചു. കിടന്നിരുന്ന അശ്വതി ചിഹ്നമുള്ള അലക്സാന്ദ്രിയ കപ്പലിൽ ഞങ്ങൾ കയറി പുറപ്പെട്ടു. വായിച്ചേ 12-13. എനിക്ക് 10 വായിക്കാം. അവരും ഏറെ സമ്മാനം തന്ന് ഞങ്ങളെ മാച്ചു. കുറ്റവാളിയെ പോലെ പൗലോസിന് പുബ്ലിയോസിൽ നിന്ന് യാത്ര ഏറെ സമ്മാനങ്ങളോടെ എല്ലാം ഉണ്ട് എന്നുള്ള വളരെ ഔന്നത്യത്തോടുകൂടെ യാത്ര പുറപ്പെട്ട എല്ലാവരും മുറുകെ പിടിക്കാൻ ഒരു കഷ്ണം കയറും. ഒരു പലകയുമായി അവസാനിച്ചപ്പോൾ അഭിഷേകത്തിന്റെ ജീവിതം കടലിൽ അന്ത്യവിശ്രമം പ്രാപിച്ചില്ല. ചില നന്മയുടെ ആരംഭം. ലാസ്റ്റ് പേഴ്സൺ അപ്പോസ്റ്റൽ ജോൺ, കഥയറിയാം. ഡൊണേഷൻ നാടുകാരുടെ കാലഘട്ടത്തിൽ ക്രിസ്തുമിഷണന്മാർ എല്ലാവരും കൊണ്ടുവെക്കുമ്പോൾ ഇല്ലാതാക്കുവാൻ ഒരുപാട് ദൈവത്തിന് സ്തോത്രം ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്തു. എല്ലാം പരാജയപ്പെട്ടു. അവസാനം ആ ഡൊണേഷൻ ചെയ്തെന്നറിയാമോ? 1921 കാലഘട്ടത്തിൽ യോഹന്നാനെ ഡൊണേഷൻ നാട് കടത്തി. എവിടേക്കാണ് നാട് കടത്തിയത്? എവിടേക്കാണ് നാട് കടത്തിയത്? എവിടേക്ക് നാട് കടത്തി? പത്മോസിലേക്ക് യോഹന്നാൻ നാട് കടത്തി. പത്മോസിന് ഏതാണെന്നുണ്ടെങ്കിൽ യോഹന്നാൻ ഒറ്റപ്പെട്ടു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ യോസേഫിന്റെ കഥ പറയുന്നത് പോലെ യോഹന്നാന്റെ കഥയിൽ വെളിപ്പാട് പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ നാം ആരെ പ്രസംഗത്തിൽ ആവശ്യം പറയും. ആഴ്ചപ്പെട്ടത് 4-ാം ദിവസം തലവാനുണ്ട്. ആര് തുഷാര കണികൾ, ചെലകണികൾ, ആര് ഭീതിപ്പെടുത്തുന്ന ആര് തലവാടികൾ എല്ലാമുള്ള ആ ആഴ്ചപ്പെട്ടത് 1-ാം നാൾ എന്ന് പറയാൻ ഭീതിപ്പെടുത്തുന്ന തലയോടികളുണ്ട്. ഇവിടേക്ക് നാട് നടത്തിയിട്ടുള്ള ഒരു കുറ്റവാളി പോലും കണ്ടിട്ടില്ല. അവർ തിരിച്ച് റോമിലേക്ക് മടങ്ങി വന്നിട്ടില്ല. അങ്ങനെ ഇല്ലാതാക്കുവാൻ നാട് നടത്തി. പക്ഷെ ആഴ്ചപ്പെട്ട 1-ാം ദിവസം